ആയിട്ട് പ്രശ്നമാക്കി. എന്റെ ഭാര്യ ഭയങ്കര കുൽമാലും പ്രശ്നങ്ങളും, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങള്, നീ ഒന്ന് ഇടപെട്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരുത്തനല്ല എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് സംസാരിക്കോ, എനിക്കൊരു ഉപകാരം ചെയ്യോ, നിനക്ക് വേണ്ടിക്ക് ഞാൻ ആരെയാണ് ട്രോണ്ടേ, ആരെയാ ചെയ്യേണ്ട, അതൊക്കെ ഞാൻ ചെയ്തുതരാം. ഞാൻ കേട്ടതാ. ഈ ട്രോള് ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. ലൈവിൽ കയറിയിട്ട് എന്നെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ അറിയില്ല. ഈ കുറച്ച് വായിക്ക് സംസാരിക്കുന്ന ആൾക്കാരും തെറി വിളിക്കുന്ന ആൾക്കാരുമായിട്ട് ഗസ്റ്റ് ചെയ്യുന്നതിൽ കമ്പനി ഓടും. അതാണ് ഇവരുടെ പണി. മാന്യമാരൊക്കെ ലൈവിൽ ഇരിക്കുന്ന, നമ്മള് ലൈവിൽ വരുന്ന ആൾക്കാർ മാന്യമാരൊക്കെ മോശം തരത്തിൽ സംസാരിക്കുക. അവര് മോശം, മാന്യമാരൊക്കെ മോശം. ഇവര് ഭയങ്കര മുസാഫിന്റെ നടുക്കഷ്ണം, ഇവരൊന്നും ചെയ്യാത്ത ആള്. ഇപ്പൊ കണ്ടല്ലോ മുസാഫിന്റെ നടുക്കഷ്ണം എന്താണെന്ന്. ടിക്ടോക്കിനല്ല നീ കിങ്ങാന്നും അല്ല, ഞാനൊക്കെ തെളിവടക്കെ ഞാൻ സംസാരിക്കും. ഞാനല്ലാതെ അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതൊന്നും ഞാൻ പറയില്ല. ഞാൻ തെളിവടക്കി ഞാൻ സംസാരിക്കൂ. ഇപ്പൊ ഇതാ ഓരോരാളെ വിളിച്ചിട്ട് അവരവരുടെ വീട്ടിൽ വിളിച്ചിട്ട് കുൽമാലാക്കാൻ വേണ്ടിക്ക് തുടങ്ങി. ഓരോരാളെ വീട്ടിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ ലൈവ് നടക്കുമ്പോ. നിനക്കൊക്കെ നമ്പിക്കൂടെ? ഖബർ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഖബർ എല്ലാരെയും കാത്തു നിൽക്കുന്നില്ല, എന്നെ മാത്രം നിന്നെ അടക്കം കാത്തു നിൽക്കുന്നുണ്ട്. നീ എന്തിനാ ടിക്ടോക്കിൽ വരുന്നത്? നീ എന്തിനാ സോഷ്യൽ മീഡിയയിൽ വരുന്നത്? അവിടെ ദസ്ബീൻ ചൊല്ലിട്ട് ഇരിക്കേ, അഞ്ചൊക്കെ നിസ്കരിച്ചിട്ട് ഇരിക്കേ. എന്തിനാ വെറുതെ ലൈവിലൊക്കെ വരുന്നത്? കുട്ടികളെ കാര്യം മക്കളെ കാര്യമെല്ലാം പോയിട്ട് ഇരിക്കേ. എന്നെ പെണ്ണിന്റെ കാര്യം വന്നിട്ട് നോക്കല്ലേ. എല്ലാവർക്കും ഖബറുണ്ട്. ഓക്കെ, നീ തീയാന്നെങ്കിൽ ഞാൻ വിറകായിരിക്കും, ഇല്ല നീ വിറകാണെങ്കിൽ ഞാൻ തീയായിരിക്കും. വിട്ട വണ്ടി. ഓരോരുത്തരുടെ പേര് ഒരു സത്യമായിട്ട് ഇവിടെ വന്നിട്ട് അത്ര ഞാൻ ഒരാളെ കുറിച്ച് പറയുമ്പോ ഞാൻ അതിൽ അസറിസ്കരിച്ചു പോവാ. ഞാൻ 150 അതാണ്. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനത്തെ ലൈവുകളിലൊന്നും കാരണം വെച്ച് കഴിഞ്ഞാല് നിയാസിനൊന്നും ഗസ്റ്റ് എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് നിയാസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട്, സ്ഥാനങ്ങൾ. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിക്ക് എന്റെ ആൾക്കാർ, കാരണം അവർ ഗിഫ്റ്റേഴ്സിന്റെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവര് പോലെ എനിക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം. കാരണം അവരെയും നമ്മൾ ലൈവിൽ വന്നിട്ട് ഇത്രയും കച്ചറ ലൈവിൽ ഇരുത്തേണ്ട ആൾക്കാരൊന്നല്ല അവര്. ഓക്കെ, അവരൊന്നും ഈ ഇത്രയും ലൈവില് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കേസിലൊന്നും വന്നിരിക്കുന്ന ആൾക്കാരൊന്നല്ല അവര്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആരും ഇതാക്കാത്തത്. നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതെല്ലാം നമുക്കിപ്പോ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാർ, നമുക്കൊന്നും ഇന്നേ വരെ വന്നിട്ട് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും അടിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അവർക്കുള്ള ആ ഒരു ക്വാളിറ്റി അത് ഞാൻ എപ്പോഴും കൊടുക്കുന്നുണ്ട്. കാരണം എന്റെ എത്രയോ കാലം മുന്നേ അവർ ടിക്ടോക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇന്നേവരെ എനിക്കൊരു വേണ്ടാത്ത മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇന്നേവരെ എനിക്ക് വന്നിട്ടില്ല. അല്ല, നല്ല ആൾക്കാരെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. ഓക്കെ, നല്ല ആൾക്കാരെ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. മുനീർ ജാല അഹമ്മദ് ഹായ്. സമീർ വെക്കുന്നില്ല ഹായ്. ഷിഹാബ് നല്ല ആളെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഷിഹാബ് ആ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരുത്തന്റെ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്താണ്, അതിൽ റെക്കോർഡ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കത്തുന്ന ലൈവിലെല്ലാം പോയിട്ട് എന്റെ ലൈവിൽ എന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കുക, ഇങ്ങനെ അങ്ങനത്തെ ഒരു പേര് നിങ്ങൾക്ക് കത്തിക്കാം. ഒരു സമൂഹത്തിന്റെ മുന്നിൽ എന്താ പറയാ, നല്ല മാനിനിടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ പേര് പറഞ്ഞിട്ട് അവിടെ കത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഉണ്ട് ഒരു ഫാമിലി. അപ്പോ ആ ഒരു പേരൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും കത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കത്തിക്കാം, നമ്മൾ കത്തിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കത്തിക്കാം. പക്ഷെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന അവരെ അങ്ങനെയല്ല കത്തിക്കാം. പക്ഷെങ്കിൽ അത് വളരെ മോശമുള്ള ഒരു കാര്യമാണ്. ഫാമിലി ഉള്ള ഒരാളെ പേര് വെച്ചിട്ട് സംസാരിക്കുന്നത്. കാരണം ഒന്നിക്കലും നിനക്ക് എന്നെ അറിയണം, പേഴ്സണലി എനിക്ക് അറിയണം. ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ പേഴ്സണലി അറിയണം, എന്താണ് ഞാനെന്നുള്ളത് എനിക്ക് അറിയണം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് അവളെ അങ്ങനെയാണ് അവരിങ്ങനെയാണെന്ന് നിനക്ക് സംസാരിക്കാം, അല്ലാതെ സംസാരിക്കാൻ വേണ്ടിക്ക് പാടില്ല. ഗസ്റ്റ് ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ഗസ്റ്റ് കൊടുക്കുന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ അവരെ പോലെ കുറെ ആൾക്കാരെ സംസാരിച്ചിട്ട് ഗസ്റ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ എന്റെ കാര്യങ്ങള് ഞാൻ ലൈവിൽ ഇട്ടിട്ട് ഞാൻ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്.
ശിവൻ ബ്ലോക്ക് ആക്കണോ? നീ ബ്ലോക്ക് മാറ്റുന്ന പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, നീയും എല്ലാരും റിക്വസ്റ്റ് ചെയ്താണ് ബ്ലോക്ക് മാറ്റിയത്. ബ്ലോക്ക് ഇടണമെങ്കിൽ ബ്ലോക്ക് ഇടും. വിട്ട വണ്ടി 150 ആയി. കാരണം എനിക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, ഇതിനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. നല്ല ആൾക്കാർ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആൾക്കാരെന്ന് തോന്നുന്ന ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചിട്ട്, കാരണം എല്ലാരും വിശ്വസിക്കും സംസാരിക്കുന്ന സമയത്ത്. അവര് സംസാരിക്കുമ്പോ അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്